പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സിലെ 4ാമത്തെ ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്സ്? ഒന്ന് നമ്മൾ എക്സ്റേ പഠിച്ചു, രണ്ടാമത്തത് അൾട്രാസൗണ്ട് സ്കാനിങ് പഠിച്ചു, മൂന്നാമത്തത് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി CT സ്കാനിങ് പഠിച്ചു. ഇനി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ പഠിക്കുന്നത്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയും. ഇപ്പോൾ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഗവേഷണത്തിന് വേണ്ടിയൊക്കെയാണ് സാധാരണമായി എന്ത് ചെയ്യുന്നത്, MRI സ്കാനിങ് എടുക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഒരു എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ആക്സിഡന്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ MRI എടുക്കുക എന്നുള്ള ഒരു സിസ്റ്റം അല്ല ഉണ്ടാവുക. ആദ്യം എന്ത് ചെയ്യും, എക്സ്റേയും അൾട്രാസൗണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പഠിക്കാനായിട്ട്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നുള്ള ടെക്നിക്സ്. കോസ്റ്റും കൂടുതലാണ്. ഏകദേശം ഒരു മെഷീനിന് ഏകദേശം 3 കോടി 4 കോടി രൂപയുടെ മിനിമം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ MRI സ്കാനിങ്ങിന് 3000 മുതൽ 5000 റേഞ്ചിലൊക്കെ എന്തുണ്ട്, ഒരു സ്കാനിങ്ങിന് എന്തുണ്ട്, പൈസയുണ്ട്. അപ്പോൾ നല്ല പൈസയുള്ള, നല്ല ചെലവുള്ള ഒരു കാര്യമാണ് MRI സ്കാനിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം MRI സ്കാനിങ് എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതില് MRI സ്കാനിങ് ചില ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. MRI സ്കാനിങ് എന്നൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ടു എന്താണ് CT സ്കാനിങ് പോലെ തന്നെ ഉണ്ടാവും, ഒരു മുന്നിൽ നിന്ന് കാണുക. പക്ഷെ ബാക്കോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും എത്ര നീളത്തിൽ എന്താണ് ഒരു മാഗ്നറ്റ് ആണ്, ഒരു ചുറ്റോടുമുള്ള ഒരു റൗണ്ട് മാഗ്നറ്റ്, ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഒരു മാഗ്നറ്റ് ആണ് എന്ത് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രധാനമായും. അപ്പൊ അങ്ങനെ മാഗ്നറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇമേജ് എടുക്കുന്നു. പ്രധാനമായും സോഫ്റ്റ് ടിഷ്യൂസിന്റെ ഇമേജ് ആണ് ഇതിൽ കൂടുതൽ എടുക്കുക. ഇപ്പൊ നമ്മുടെ ബ്രെയിനിലുള്ള ഏതെങ്കിലും, ഇപ്പൊ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു, ഇപ്പൊ സ്ട്രോക്ക് വന്നാല് ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ് പ്രശ്നം വന്നിട്ടുള്ളത്, നിങ്ങൾ ഏത് ഭാഗത്താണ് ബ്ലഡിന്റെ ക്ലോട്ടിങ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് സ്വെല്ലിങ് വന്നിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ആണ് എന്ത് ചെയ്യുന്നത്, CT അല്ല MRI സ്കാനിങ് സാധാരണ ഉപയോഗിക്കുന്നത്. സോഫ്റ്റ് ടിഷ്യൂസ് ആണ് മെയിൻലി. ഇപ്പൊ നമ്മുടെ കിഡ്നി ആണെങ്കിലും, നമ്മുടെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും, ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നല്ല ടിഷ്യൂസ് ഏതാണ്, സോഫ്റ്റ് ടിഷ്യൂസ് ഏതാണ്, അതുപോലെ ഡിസീസ്ഡ് ആയിട്ടുള്ള രോഗം വന്നിട്ടുള്ള ടിഷ്യൂസ് ഏതൊക്കെയാണ്, അതുപോലെ പിന്നെ ക്യാൻസർ ടിഷ്യൂസ് ഏതൊക്കെയാണ് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന നിലവിലുള്ള ഏറ്റവും നല്ല ഈ ഒരു ഇമേജിംഗ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജിംഗ് ടെക്നിക്സ് ആണെന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത്, MRI എന്ന് പറയും. ഓക്കെ, നമുക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇതാണ് അതിന്റെ ഉള്ളിലുള്ള ഫ്രണ്ട് എന്ന് കാണുന്ന ഒരു സെക്ഷനാണ് MRIയുടെ. ഇതാണ് വലത് സൈഡിൽ അതിന്റെ റേഡിയോ, നമ്മുടെ ബ്രെയിനിലേക്ക് റേഡിയോ ഫ്രീക്വൻസി ഇഞ്ചക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് നിങ്ങൾ വലത് സൈഡിൽ കാണുന്നത്, ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന. ഈ MRIയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ നിന്നുള്ള അതിൽ ഉപയോഗിക്കുന്ന എന്താ പറയുക റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും തന്നെ എന്തല്ല നമുക്ക് ഹാംഫുൾ അല്ല എന്നുള്ളതാണ്, നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ അല്ല. അപ്പൊ CTയെ കാട്ടിലും എന്താണ് വളരെ എന്താണ് പറയുക വളരെ നല്ല മീൻസ് പ്രത്യേകിച്ച് നമ്മുടെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലാത്ത, പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ഇമേജിംഗ് ടെക്നിക്സ് ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നുള്ളത്. ഓൺലി തിങ് ഇസ് അതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ സാധാരണ പെട്ടെന്നൊന്നും ചെയ്ത് പോരാൻ പറ്റുന്ന ഒരു സാധനമല്ല മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് വൈസ് ആ എക്യുപ്മെന്റിന് ഞാൻ പറഞ്ഞു നേരത്തെ നല്ല ഹൈ കോസ്റ്റസ് ആണ്. അതോടൊപ്പം തന്നെ എന്തായിരിക്കും, അതിന് എടുക്കുന്ന കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ MRIയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ്സ് കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ്. സാധാരണ പിന്നെ എക്സ്റേ പോലെയല്ല, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലെയല്ല, അല്ലെങ്കിൽ CT സ്കാനിങ് പോലെയല്ല, ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ്, നല്ല ക്ലാരിറ്റി ഉള്ള, നല്ല വ്യതിരക്തതയുള്ള. എന്താ വ്യതിരക്തത എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസും ഡിസീസ്ഡ് അല്ലെങ്കിൽ രോഗം വന്ന ടിഷ്യൂസും തമ്മിൽ എന്ത് ചെയ്യും, വേർതിരിച്ചറിയുമ്പോൾ ബ്രെയിനിൽ തന്നെ ചെറിയ ഡീവിയേഷൻ പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ MRI സ്കാനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഫോർ ഇമേജിംഗ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ലിക്വിഡ് ഫിൽ ഏരിയാസ്. ഇപ്പൊ വാട്ടർ കണ്ടന്റ് ഉള്ള, വെള്ളമുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് ആയിട്ടുള്ള സ്ഥലത്തിലാണ് എന്ത് ചെയ്യുക, സാധാരണ ഇതിന് കൂടുതലായിട്ടുള്ള അപ്ലിക്കേഷൻ. ഉദാഹരണം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ശരീരത്തിന്റെ ഏത് മാംസമുള്ള ഏത് ഭാഗത്താണെങ്കിലും അത് ചെക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ നട്ടലിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ സ്കാൻ ചെയ്യാൻ, കണ്ടുപിടിക്കാനൊക്കെ എന്ത് ചെയ്യും, ഈ സാധനങ്ങൾ ഉപയോഗിക്കും. നോ ഹാർംഫുൾ അയണൈസേഷൻ റേഡിയേഷൻ ലൈക്ക് എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. എക്സ്റേസോ ഗാമ റേസോ പോലുള്ള ഹാർംഫുൾ അയണൈസേഷൻ റേഡിയേഷൻ ഒന്നും എന്തിലില്ല, MRI ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വൈവയ്ക്ക് ചോദിക്കാം, നമ്മുടെ ശരീരത്തിന് ഹാർംഫുൾ ആയിട്ടുള്ളത് MRI ആണോ CT ആണോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മൾ പറയും MRI സ്കാനിങ് ആണ് ഏറ്റവും
എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലത് CT യെ സംബന്ധിച്ചിടത്തോളം അതിൽ എക്സ്റേ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ റേഡിയേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഹാർംഫുൾ ആവാനുള്ള സാധ്യത. MRIയിൽ അങ്ങനെയുള്ള റേഡിയേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. NMR എന്ന് പറയുന്ന ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് MRI സ്കാനിങ് വർക്ക് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ വൈവയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് MRI? MRIയുടെ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് പറയാം പ്രിൻസിപ്പിൾ ഓഫ് MRI ഈസ് NMR. NMR എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, എന്താണ്, നമ്മൾ കോളം വൈസ് ആയിട്ട് ചോദിക്കില്ല, മാച്ച് ദ ഫോളോയിങ്. NMRന്റെ ഫുൾ ഫോം എന്താണ് പറയാം, NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അല്ലെങ്കിൽ ഇതിൽ ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് 3 കോളായിട്ട് ABC കോളത്തില് ഇടത്തറ്റത്ത് MRI, വലത്തറ്റത്ത് NMR കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മാഗ്നറ്റ് കൊടുക്കാം. 3 കോളംസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ ഇതിൽ സാധാരണ 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ MRIയിൽ വരാറുള്ളത്. അപ്പൊ ക്യാൻ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഹെൽത്തി ആൻഡ് ഡിസീസ്ഡ് സോഫ്റ്റ് ടിഷ്യൂസ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, MRIയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ, ക്യാൻ ഡിസ്ക്രിമിനേറ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേർതിരിച്ചറിയാൻ പറ്റും ബിറ്റ്വീൻ ഏതൊക്കെ ഹെൽത്തി ടിഷ്യൂസ് ഏതൊക്കെയാണ്, ഡിസീസ്ഡ് അല്ലെങ്കിൽ രോഗം വന്നിട്ടുള്ള, അല്ലെങ്കിൽ കേട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വീക്കം വന്നിട്ടുള്ള ടിഷ്യൂ ഏതാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും, വ്യക്തമായി വേർതിരിച്ചറിയാൻ പറ്റുന്നതാണ് MRIയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ സാധാരണ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് MRI? MRIയുടെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്ന ഒരു ആൻസർ ആണ് ഈ പറയുന്ന ആൻസർ. ഓക്കെ, MRI ബിൽഡിംഗ് ബ്ലോക്സ്, ബേസിക് ബ്ലോക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. MRIയിൽ ഇതേപോലെയുള്ള മാഗ്നറ്റിക് വലിയൊരു മാഗ്നറ്റ് ഉണ്ട്. അതിന് ചുറ്റും കോയിലുകളുണ്ട്, റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്, ഗ്രേഡിയൻസ് കോയിൽ ഉണ്ട്, മാഗ്നറ്റ് ഉണ്ട്, സ്കാനർ ഉണ്ട്, അതുപോലെ പേഷ്യന്റ് ടേബിൾ ഉണ്ട്. പേഷ്യന്റ് ടേബിളിന് എന്ത് ചെയ്യും, പേഷ്യന്റിന് ഇതിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുക അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു MRIയുടെ ബേസിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയൊരു വീഡിയോ കാണാം. വോളിയം ഇത്തിരി കുറവുണ്ടാകുന്നല്ല ഞാൻ പറഞ്ഞുതരാം സംഭവം, നോ പ്രോബ്ലം. Magnetic resonance imaging, or MRI machines, are powerful diagnostic tools that use strong superconducting magnets and superconductive magnet ആണുള്ളത്, images of the body's soft tissues. Here we'll see exactly how the magnets feel. നമ്മൾ പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, ആ ടേബിളിൽ കിടത്തിയിട്ട് പേഷ്യന്റിനെ നമുക്ക് ആ മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ശരീരത്തിൽ എന്താണ്, 75% വാട്ടറാണ്. ആ വാട്ടറിന്റെ ഇതെന്താ ഇക്വേഷൻ, എന്താ, H2O അല്ലേ, നമ്മൾ പഠിച്ചാണല്ലേ വാട്ടർ ഇക്വേഷൻ ആണ് H2O. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ എന്തുണ്ട്, H2O ഉണ്ട് അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താണ്, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ഉണ്ട് അല്ലെ, H2O. 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. അപ്പൊ ഇഷ്ടംപോലെ എന്തുണ്ട്, ഹൈഡ്രജനും ഇഷ്ടംപോലെ ഓക്സിജനും ഉണ്ട്. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ശരീരത്തെ എന്ത് ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തില് എന്തുണ്ട്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അതുപോലെ ഓക്സിജൻ ആറ്റംസ് ഉണ്ട് അല്ലെ. ഇനോർമസ്, അറൌണ്ട് 75% വാട്ടർ കണ്ടന്റ് തന്നെയാണ്. നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഉള്ളിൽ എന്തുണ്ട്, ഒരു പ്രോട്ടോൺ ഉണ്ട് അല്ലെ, ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും പുറത്ത് റിവോൾവിംഗ് ആയിട്ട് എന്തുണ്ട്, ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ഉണ്ട്. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത. അപ്പോ ഇങ്ങനെയുള്ള ഒരു ആറ്റം, അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉള്ളിൽ ഒന്നുണ്ട്, പുറത്തും ഒന്നുണ്ട്. ഒന്നേ ഉള്ളൂ. ഒന്നിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഡ് എന്ന് പറയും ഇല്ലെ, ഓഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ 7. ഇങ്ങനെ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉള്ള ആറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത, അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് മൊമെന്റം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റം ഉള്ള ഒരു വസ്തു, ഇപ്പൊ നമ്മളൊരു കാന്തത്തിന്റെ അടുത്ത് ഒരു മുട്ടുസൂചി കൊണ്ടുവച്ച് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിന്റെ അടുത്തേക്ക് നമ്മളൊരു ആകർഷിക്കും അല്ലെ. അതേസമയം നമ്മൾ ആ ഒരു തീപ്പെട്ടിക്കൊള്ളിന്റെ അടുത്തേക്ക് ഒരു കാന്തം കൊണ്ടായാലും ആകർഷിക്കുമോ? കാരണം എന്താ, അതിന് മാഗ്നറ്റിക് മൊമെന്റം ഇല്ല, അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല എന്ത്, ഇത് നമ്മൾ തീപ്പെട്ടിക്കുള്ളിൽ നിറച്ചാൽ അത് മാഗ്നറ്റായിട്ട് അട്രാക്ട് ചെയ്യാനുള്ള സാധനമല്ല. അതേസമയം ഒരു മുട്ടുസൂചി കൊണ്ടുവച്ചാൽ അത് അട്രാക്ട് ചെയ്യാനുള്ള കാരണം അതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ടല്ല, മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, ഹൈഡ്രജൻ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് മൊമെന്റം ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. These atoms react in a very useful way to an MRI's main magnetic field
and the radio waves it emits. In the nucleus of every hydrogen atom is a positively charged proton that spins around an axis. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ എന്ത് ചെയ്യും, അതിന്റെ ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ വോബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ വോബ്ലിംഗ്. അതിന്റെ എന്ത് ചെയ്യും, ആക്സിസിൽ ഇങ്ങനെ എന്ത് ചെയ്യും, കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അതിന്റെ ഒരു പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺ ഉള്ളത് കൊണ്ട്, അതുപോലെ ഔട്ടർ മോസ്റ്റിലും ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യും, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനെന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് കേട്ടോ. ഓക്സിജൻ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, അതേസമയം ഹൈഡ്രജൻ എന്നുണ്ട് ഒരു മാഗ്നറ്റിക് മൊമെന്റ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. Normally, these hydrogen protons spin about willy-nilly on randomly oriented axes. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള ഒരു സാധനമാണ് ഹൈഡ്രജൻ എന്നുള്ള സാധനം. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അല്ലെ. അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും അല്ലെ. നമ്മൾ മുട്ടുസൂചി നമ്മൾ നേരത്തെ പറഞ്ഞ മുട്ടുസൂചി ഇതിലേക്ക് അട്രാക്ട് ചെയ്ത പോലെ, അതായത് തീപ്പെട്ടിക്കൊള്ളി അട്രാക്ട് ചെയ്യാത്ത പോലെ എന്ത് ചെയ്യും, ആ ഒരു സംഭവത്തിൽ നടക്കും അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്താകും എന്നുള്ളതാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. Put them inside an MRI machine, however. MRIന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി. MRI എന്ന് പറഞ്ഞാൽ അത്രയും ലെങ്ത്തില്, ഇത്രയും നീളത്തിൽ, ഈ മുകൾ ഭാഗം മുതൽ താഴ്ഭാഗം വരെയുള്ളത് എന്താ, നമ്മുടെ ബോഡിയുടെ അത്രയും ലെങ്ത്തിൽ എന്തുണ്ടാവും, മാഗ്നറ്റ് ആണ്, സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്. ഓക്കെ, ഹൈ ടെസ്റ്റിലായുള്ള ഹൈ ഫീൽഡ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകില്ല, നമ്മളുടെ ശരീരത്തിൽ മോതിരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർണമെന്റ്സോ ബെൽറ്റോ അങ്ങനെയുള്ള ഒരു സാധനം എന്ത് ചെയ്യാൻ പാടില്ല, MRI റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഈവൻ ഓക്സിജൻ സിലിണ്ടർ പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഓക്സിജൻ സിലിണ്ടർ കൊണ്ട് എന്ത് സംഭവിക്കും, ഓക്സിജൻ സിലിണ്ടർ ഈ മാഗ്നറ്റ് പിടിച്ചെടുക്കും. ഓക്കെ, ഓക്സിജൻ സിലിണ്ടർ അത്രയും ഹൈ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ചില ആളുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും പേസ് മേക്കർ പോലെയുള്ള സാധനങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള പേസ് മേക്കർ പോലെയുള്ള സാധനങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും നമ്മൾ മെറ്റൽ, ഇപ്പൊ നമ്മൾ കാലിനൊക്കെ പൊട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിന്റെ ഉള്ളിലൊക്കെ കമ്പി കയറ്റാറില്ലേ, കമ്പി കയറ്റിയിട്ട് എന്ത് ചെയ്യും, വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഉള്ളിൽ നമ്മുടെ ഇന്റേണൽ ബോഡിന്റെ ഉള്ളിലും മെറ്റൽ പാർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ MRI സ്കാനിങ് എന്തല്ല, അഡ്വൈസബിൾ അല്ല, ചെയ്യാൻ പാടില്ല. കാരണം ആ മെറ്റൽ പാർട്ട് എന്ത് ചെയ്യും, ഈ MRIയുടെ മാഗ്നറ്റ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്തിട്ട് പേഷ്യന്റിന് ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ MRIന്റെ എന്ന് പറയുന്ന ഹൈലി പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക നോക്കുക. എന്താ സംഭവിച്ചത്, നേരത്തെ പല ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഹൈഡ്രജൻ ആറ്റം ഇപ്പോൾ എന്ത് ചെയ്തു, സ്റ്റേബിൾ ആയിട്ട് ഒരു ഡയറക്ഷനിൽ നിൽക്കാൻ തുടങ്ങി അല്ലേ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ചിലതിന്റെ റെഡ് മുകളിലോട്ടാണ്, ചിലതിന്റെ റെഡ് താഴോട്ടാണ്, ചിലത് ഉണ്ടോ ഇത് മുകളിലോട്ട്, ഇത് മുകളിലോട്ട്, ഇത് ഉണ്ടോ ഇവിടെ വൈറ്റ്, ഇവിടെ റെഡ് താഴോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലുള്ള ഹൈഡ്രജൻ ആറ്റം നേരത്തെ പല ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചു, രണ്ട് ഡയറക്ഷനിൽ കറങ്ങി. ഒന്ന് പാരലൽ, ഒന്ന് ആന്റി പാരലൽ നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ ലോവർ എനർജി ഹൈഡ്രജൻ അയോൺ എന്നും ഹയർ എനർജി ഹൈഡ്രജൻ അയോൺ എന്നും പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തെ ഈ MRIന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നേരത്തെ പല ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരുന്ന ആ ഹൈഡ്രജൻ അയോൺ ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്ക് ആക്കി നിന്നു. പാരലൽ എന്നും ആന്റി പാരലൽ എന്നും വിളിക്കാം, അല്ലെങ്കിൽ ലോവർ എനർജി ഹൈഡ്രജൻ ആറ്റം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഹയർ എനർജി ഹൈഡ്രജൻ ആറ്റം എന്ന് നമുക്ക് വിളിക്കാം. അതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ നിന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ ശരീരം മാഗ്നറ്റിന്റെ ഉള്ളിലാണ്, എന്താണ് ഈ മാഗ്നറ്റ് എന്ന സിലിണ്ടർ മാഗ്നറ്റിന്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റവും ഇതേപോലെ പാരലലും ആന്റി പാരലായിട്ട് നിലനിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞല്ലോ ലോവർ എനർജി ഹൈഡ്രജൻ, ലോവർ എനർജിയിൽ ഒന്നിൽ നിൽക്കും, ഒന്ന് ഹയർ എനർജി, അങ്ങനെ രണ്ട് ലെവലിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേഡിയേഷൻ എനർജി ഈ ഹൈഡ്രജൻ ആറ്റത്തേക്കുള്ളൂ, അല്ലെ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. Its resonance frequency that is a function of the strength of the magnetic field, represented here by blue lines. Half the protons face in the direction of the field and the other half in the opposite direction. Well, not exactly half. There are a few more hydrogen protons arranged in opposition to the magnetic field. ഇവിടെ സാമ്പിൾ ആയിട്ട് രണ്ട് ഇലക്ട്രോൺസ്, രണ്ട് ആറ്റം കാണിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, ഇതിന് ചുറ്റും എന്തുണ്ട്, റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്. ആ റേഡിയോ ഫ്രീക്വൻസി കോയിലിൽ നിന്ന് എന്ത് ചെയ്യും, റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കും. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉണ്ട്, RF കോയിൽ എന്ന് പറയും.
When the RF ഓക്കെ, forces അപ്പൊ നമ്മുടെ റേഡിയോ are ഫ്രീക്വൻസി on, നമ്മൾ കൊടുക്കാൻ പോവാണ്. unmatched protons absorb the energy of the RF waves. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റേഡിയോ ഫ്രീക്വൻസി കൊടുത്തു അല്ലെ? റേഡിയോ ഫ്രീക്വൻസി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ ലോവർ എനർജി ലെവലിലുള്ള ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്തു? ഹയർ എനർജി ലെവലിലേക്ക് പോയി അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചല്ലേ? Which causes them to flip on their Okay. axes. They're still in line with the magnetic field. ഉണ്ടോ? അതിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? അതിലുള്ള ആ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഹയർ എനർജി ലെവലിലേക്ക് പോകും. കണ്ടോ? ഇപ്പൊ ഇവിടെ വേറൊരു സാധനം കണ്ടോ? ഈ ഹയർ എനർജിയിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? ഹയർ എനർജിയിലേക്ക് പോയാൽ എന്ത് ചെയ്യും? അത് കുറെ നേരം അവിടെ നിൽക്കും. കുറച്ച് അതെന്താ? ഹയർ എനർജി സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്. അതിന് നിൽക്കാൻ കഴിയില്ല, കുറെ നേരം അതിൽ നിൽക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അത് തിരിച്ച് അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചെന്ത് ചെയ്യും? അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ടിഷ്യൂസും ഓരോ തരത്തിലാണ് എന്ത് ചെയ്യുക? റേഡിയേഷൻ എമിറ്റ് ചെയ്യുക. നല്ല ടിഷ്യൂസ് ഒരു തരത്തിലാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ സെല്ലുകൾ പോലെയുള്ള അല്ലെങ്കിൽ വീക്കം വന്നിട്ടുള്ള സെല്ലുകൾ എന്തായിരിക്കും? ടിഷ്യൂസ് എന്തായിരിക്കും? വേറൊരു തരത്തിലായിരിക്കും എന്ത് ചെയ്യുക? സിഗ്നല് തിരിച്ചു തരുന്നത്. ഈ തിരിച്ചു തരുന്ന സിഗ്നലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റിസീവ് ചെയ്തിട്ട് ഒരു റേഡിയോ ഫ്രീക്വൻസി റിസീവർ ഉപയോഗിച്ചുകൊണ്ട് റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിന് ഡാറ്റയാക്കി പിക്ചർ ആക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി കാണിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ മാഗ്നറ്റിന്റെ ഉള്ളിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് എന്ത് ചെയ്യും? നമ്മളൊരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലോവർ എനർജി ലെവലിലുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റവും ഹയർ എനർജി ലെവലിലേക്ക് പോകും. ഹയർ എനർജി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും? അതിന്റെ നേരത്തെയുള്ള സ്റ്റേറ്റിലേക്ക് തന്നെ അത് തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിനെ പറയുന്ന പേരാണ് എന്ത്? NMR സിഗ്നൽ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സിഗ്നൽ എന്ന് പറയും, NMR. ആ NMR എന്ന് പറയുന്ന സിഗ്നലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ റിസീവ് ചെയ്ത് ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സിഗ്നൽ എന്ത് ചെയ്തു? ഡിറ്റക്ടർ റിസീവ് ചെയ്തു. വീണ്ടും എന്ത് ചെയ്യും? സിഗ്നൽ കൊടുക്കും. തിരിച്ചെന്ത് ചെയ്യും? റിസീവർ നമുക്കൊരു സിഗ്നൽ കിട്ടും. ആ സിഗ്നൽ എന്ത് ചെയ്യും? കേബിളിനുള്ള കൂടെ പോയിട്ട് എന്ത് ചെയ്യും? നമ്മളെ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് എന്ത് ചെയ്യും? ഡാറ്റ ആക്കി മാറ്റും അല്ലെ? കേബിളിനുള്ള കൂടെ പോയിട്ട് കമ്പ്യൂട്ടറിൽ പോയിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ഇമേജ് റീകൺസ്ട്രക്ഷൻ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. കണ്ടോ? ദിസ് ഈസ് എ ഇമേജ്. അപ്പൊ നമ്മുടെ ഏത് ഡയറക്ഷനിലുള്ള ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. നമ്മളൊരു ഇതില്ലേ, പിന്നെ ഏത് ഡയറക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ CT ആണ്, നമ്മളെ ക്രോസ് സെക്ഷണൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് തരത്തിൽ കട്ട് വിലങ്ങനെ കുത്തനെ എങ്ങനെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമുക്ക് ഇമേജ് കിട്ടുന്നതാണ് MRI സ്കാനിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് പിന്നെ എന്താണ്? ഒരു പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള അതുപോലെ ഓക്സിജൻ ആറ്റം കണ്ടോ? 8 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ എന്നുള്ളത്. 8ൽ എന്താണ്? 8ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ഈവൻ നമ്പർ ആണ് 8 എന്നുള്ളത് അല്ലെ? അപ്പൊ ഓക്സിജൻ പോലെയുള്ള ഈവൻ നമ്പർ ആയിട്ടുള്ള പ്രോട്ടോൺ ഇലക്ട്രോൺ ഉള്ളതിന് എന്തെങ്കിലും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതേസമയം ഔട്ടർ ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ അതുപോലെ ഉള്ളില് ഒരു പ്രോട്ടോൺ ഒക്കെ ഉള്ള ഹൈഡ്രജനെ പോലെയുള്ള എന്താണ് ആറ്റംസിന് എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇങ്ങനെയുള്ള ഹൈഡ്രജനെ പോലെ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണുള്ളത്, ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ആ ഹൈഡ്രജൻ ആറ്റൊക്കെ എന്ത് ഇതേപോലെ പല ഡയറക്ഷനിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? പല ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ആ പല ഡയറക്ഷനിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഹൈഡ്രജൻ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ആ മാഗ്നറ്റിക് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിങ്ങനെ എന്ത് ചെയ്യും? ഒരേ ഡയറക്ഷനിൽ നിൽക്കാൻ തുടങ്ങും. ചിലത് എന്തായിരിക്കും ഉണ്ടോ? ഇവിടെ ചിലത് വലത്തോട്ടാണ് ആരോ എങ്കിൽ ചിലതിന് എന്താണ് ഉണ്ടോ? ഇടത്തോട്ടാണ് ആരോ മാർക്ക്. അപ്പൊ 2 ഡയറക്ഷനിലായിട്ട് നിൽക്കും. ഓക്കെ, 2 ഡയറക്ഷനിലായിട്ട് എന്ത് ചെയ്യും? അലൈൻ ചെയ്ത് നിൽക്കും നമ്മുടെ ശരീരം. നമ്മുടെ ഈ മാഗ്നറ്റിക് MRIയുടെ സ്കാനിങ്ങിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുമ്പോൾ അപ്പൊ അതിന് നമുക്ക് എന്താ പറയാം? ഒന്ന് ഹയർ എനർജി സ്റ്റേറ്റ് എന്നും, അതായത് ഒരു സ്റ്റേറ്റ് നമുക്ക് എന്താ പറയാം? ഹയർ എനർജി സ്റ്റേറ്റ് എന്നും, മറ്റൊരു സ്റ്റേറ്റ് നമുക്ക് എന്താ പറയാം? ലോവർ എനർജി സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പൊ അതായത് ലോവർ എനർജി സ്റ്റേറ്റുള്ള ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ഹയർ എനർജി സ്റ്റേറ്റുള്ള ഹൈഡ്രജൻ അയണുമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ്റ്റേണൽ ഫ്രീക്വൻസി, ഒരു റേഡിയോ ഫ്രീക്വൻസി എന്ത് ചെയ്യും? ഇനി ഇതിലേക്ക് കൊടുക്കും. ഇങ്ങനെ അലൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ എന്ത് ചെയ്യും? റേഡിയേഷൻ നമ്മൾ കൊടുക്കും. ആ റേഡിയേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോവർ എനർജിയിലുള്ള
ലോവർ എനർജിയിലുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യും, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഹയർ എനർജി സ്റ്റേറ്റ് ആ ഹൈഡ്രജൻ ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അതെന്ത് ചെയ്യും, അത് അതിന്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും, തിരിച്ചു വരുമ്പോൾ നേരത്തെ ഒരു എനർജി കിട്ടിയിട്ടാണ് എന്ത് ചെയ്ത് അവൻ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയത് അല്ലെ. അപ്പൊ തത്തുല്യമായി എന്ത് ചെയ്യും, ഒരു റേഡിയേഷൻ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. ആ തിരിച്ചു കൊടുക്കുന്ന സിഗ്നൽ നമ്മൾ പറയുന്ന പേരാണ് NMR സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ സിഗ്നൽ. ഓക്കെ, FID എന്ന് പറയുന്ന ഫ്രീ ഇൻഡക്ഷൻ ഡീകെ എന്നുള്ള സിഗ്നൽ കണ്ട. ഇത് തുടക്കത്തിൽ നല്ല ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് എന്ത് ചെയ്യും, ഈ സിഗ്നലാണ് ഈ താഴെ പറയുന്ന ഈ FID എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന സിഗ്നലാണ് ഈ RF എന്ന് പറയുന്ന സാധനം. കാണാം, മുകളിൽ കാണുന്ന RF എന്ന് പറയുന്ന സിഗ്നലാണ് നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. അതേസമയം നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന സിഗ്നൽ ഏതാണ്, ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് വരുന്ന സിഗ്നൽ ഏതാണ് പറയുന്ന പേരാണ് FID, അത് ഫ്രീ ഇൻഡക്ഷൻ ഡീകെ എന്ന് പറയും. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമാണ്. അതായത് നമുക്ക് MRI എന്താ നമ്മൾ മനസ്സിലാക്കണമല്ലോ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ MRIയുടെ പ്രിൻസിപ്പിൾ നമ്മൾ ഇത് ചിലപ്പം ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇത് സിലബസിലുള്ളതാണ് കേട്ടോ, പറയുന്ന കാര്യങ്ങൾ സിലബസിലുള്ളതാണ്. അപ്പൊ MRI സ്റ്റാൻഡ്സ് ഫോർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഹിയർ ദ പേഷ്യന്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് കോസസ് ദ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ പ്രോട്ടോൺസ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺസിന്, ഹൈഡ്രജൻ ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റൈസേഷൻ സംഭവിക്കുന്നു. നൗ അപ്പൊ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം അലൈൻ ചെയ്ത് പിന്നെ പാരലൽ, ആന്റി പാരലൽ അല്ലെങ്കിൽ ലോവർ എനർജി ഹയർ എനർജി ലെവലിലേക്ക് നമ്മൾ പിന്നെ എന്ത് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി പൾസ് at resonance frequency is transmitted into the patient under controlled condition. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ ആസ് എ റിസൾട്ട് അതുകൊണ്ട് എന്തുണ്ടാവും, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സിഗ്നൽ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്താ സംഭവിക്കാം, നമ്മൾ റേഡിയോ ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചൊരു റേഡിയേഷൻ വരും, തിരിച്ചൊരു സിഗ്നൽ വരും അല്ലെ. ആ സിഗ്നൽ നമ്മളെന്ന് പറയും ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സിഗ്നൽ, അല്ലെങ്കിൽ NMR സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ FID സിഗ്നൽ എന്ന് പറയും. ദീസ് സിഗ്നൽ ഡ്യൂറിംഗ് ദ റിട്ടേൺ ഫ്രം ദ ഹയർ ന്യൂക്ലിയർ എനർജി ലെവൽ. ഇത് എപ്പോഴാണ് സാധനം തിരിച്ചു വരുന്നത്, ഞാൻ പറഞ്ഞു ലോവർ എനർജി ലെവലിലുള്ള പ്രോട്ടോണിനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തെ നമ്മൾ ഹയർ എനർജി ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, അത് അവിടെ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഈ NMR സിഗ്നൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ സിഗ്നലിനെ ദാറ്റ് ആർ പ്രോസസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് ആൻ ഇമേജ്. അപ്പൊ അങ്ങനെ ആ തിരിച്ചു വരുന്ന സിഗ്നൽ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. കമ്പ്യൂട്ടർ എന്താക്കി തരും, അതിനൊരു ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്ത് തരും. മാഗ്നറ്റ് യൂസ് ചെയ്യും. ഇവിടെ ഇതിൽ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ഏതാണ്, നിയോബിയം ടൈറ്റാനിയം. അപ്പൊ ഈ സംഭവങ്ങൾ എന്താണ്, നമ്മുടെ ഈ MRIയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ള സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കാം. ഇൻ ഡെപ്തിലേക്ക് നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇത്രയുമാണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, MRIയുടെ പ്രിൻസിപ്പിൾ നമ്മൾ പറയും. എന്താണ് പ്രിൻസിപ്പിൾ, MRIയുടെ പ്രിൻസിപ്പിൾ എന്നാൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാവുന്നതാണ്. പ്രിൻസിപ്പിൾ ഈസ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്. അപ്പൊ അതിൽ നിന്ന് വരുന്ന സിഗ്നലിന്റെ പേരാണ് NMR എന്ന് പറയാം, NMR സിഗ്നൽ എന്ന് പറയാം, അല്ലെങ്കിൽ FID സിഗ്നൽ എന്ന് പറയാം. ഒരു MRI സ്കാനിങ്ങിലുള്ള പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് നമുക്കറിയാം, അതിൽ നല്ലൊരു മാഗ്നറ്റ് അല്ലെ, വലിയൊരു മാഗ്നറ്റ് ഉപയോഗിച്ച് സിലിണ്ടർ ടൈപ്പുള്ള ഹൈലി എന്താണ് പറയാം, പിന്നെ ഒരു ഹൈ പവറുള്ള ഹൈ ടെസ്ല പവറുള്ള എന്ത് ചെയ്യുന്നത് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ നിയോബിയം ടൈറ്റാനിയം എന്നാണ് അതിന് പറയുന്ന പേര്. പിന്നെ എന്തുണ്ട്, ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റർ ഉണ്ടല്ലേ, നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യണം, RF സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു RF ട്രാൻസ്മിറ്റർ ഉണ്ട്. അതുപോലെ എന്തുണ്ട്, ഒരു പവർ ആംപ്ലിഫയർ ഉണ്ട്. ഇതിനെ പവർ ആംപ്ലിഫൈ സിഗ്നലിനെ പവർ ആംപ്ലിഫൈ ചെയ്യാനുണ്ട്. അതുപോലെ ഒരു RF റിസീവർ ഉണ്ട്. ഇതിനാണ് RF റിസീവർ. നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന NMR സിഗ്നലിന് എന്ത് ചെയ്യണം, റിസീവ് ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കണ്ടേ. അപ്പൊ ഇതിനൊരു RF റിസീവർ അതിലുണ്ടാകും. പിന്നെ എന്താണ്, ഒരു സിഗ്നൽ പ്രോസസർ ഉണ്ടാകും. ഈ നമ്മൾ എടുത്ത ഡാറ്റയെ, അതായത് ഈ റിസീവറിന് കിട്ടിയ സിഗ്നലിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യും, സിഗ്നലിനെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് നല്ല ഇമേജ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, കാണിച്ചു തരണം. എന്നിട്ട് ആ കാണിച്ചു തരുന്ന നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ആവാം, ഒക്കെ ആവാം അല്ലെ. അതുപോലെ തന്നെ സ്റ്റോറേജ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റർ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം, ഫിലിമിലൊക്കെ പ്രിന്റ് ചെയ്യിപ്പിക്കും. ഇതാണ് MRI സ്കാനറിന്റെ പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ഇനി MRIയുടെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. MRIയുടെ അഡ്വാൻറ്റേജ്, ആബ്സെൻസ് ഓഫ് ഹാർംഫുൾ റേഡിയേഷൻ ലൈക്ക് എക്സ്റേസ് ആൻഡ് ഗാമാ റേസ്. ഗാമാ റേസ് പോലെ അല്ലെങ്കിൽ എക്സ്റേസ് പോലെയുള്ള
വലിയ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസും തന്നെ എന്നില്ല. സുപ്പീരിയർ റെസൊല്യൂഷൻ ആൻഡ് കോൺട്രാസ്റ്റ് മറ്റേതൊരു CT സ്കാനിങ്ങിനെക്കാട്ടിലും അൾട്രാസൗണ്ടിനെക്കാട്ടിലും എക്സ്റേനെക്കാട്ടിലും എല്ലാം തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്നുള്ളത് MRIയുടെ പ്രത്യേകത സുപ്പീരിയർ റെസൊല്യൂഷൻ ആണ്, അതുപോലെ ഹൈ കോൺട്രാസ്റ്റ് ആണ്. ഡയറക്റ്റ് മൾട്ടിപ്ലാനാർ ഇമേജ്, നമുക്ക് എന്തെങ്കിലും മൾട്ടിപ്ലാനാർ ഇമേജ് നമുക്ക് ലഭ്യമാവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത്രയാണ് MRI സ്കാനിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഈ സെക്ഷൻ നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. എഫക്ട്സ് ഓഫ് എക്സ്റേസ് ഓൺ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിൽ എക്സ്റേസ്, ഇപ്പൊ നമ്മുടെ MRI CT സ്കാനിങ് എല്ലാം കഴിഞ്ഞു. മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ നമ്മൾ ചെയ്യണം. എക്സ്റേസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, റെഡനിങ് ഓഫ് ദ സ്കിൻ. അത് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്റേ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ എന്താവാം? റെഡനിങ് ആവാം, അല്ലെങ്കിൽ ചുവപ്പ് കളർ ആവാൻ സാധ്യതയുണ്ട്. സർഫേസ് സോർ അല്ലെ, സർഫേസിൽ എന്താവും? സർഫേസിൽ ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ രൂപമാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഷോക്ക് ഓർ ബേൺസ്, ഷോക്ക് ലഭിക്കാനുള്ള അല്ലെങ്കിൽ ബേൺസ് പൊള്ളിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് WBC അല്ലെങ്കിൽ നശിക്കാനുള്ള സാധ്യതകളുണ്ട്. മ്യൂട്ടേഷൻ ഓഫ് ജീൻസിനൊക്കെ മ്യൂട്ടേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. സ്റ്റെറിലിറ്റി ഹ്യൂമൻ ബീങ്ങിൽ എന്ത് വരാം? സ്റ്റെറിലിറ്റി വരാം, അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. എപ്പോഴാണ് അതൊക്കെ വരിക? ഓവറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എക്സ്റേസ് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് CT സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേ ഇമേജിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് നമ്മൾ CT എടുക്കുമ്പോഴും എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്തുള്ളത് നമ്മുടെ ഈ ആദ്യത്തെ ഒരു സെക്ഷൻ ആയിട്ടുള്ള MRI സ്കാനിങ്, അതുപോലെ CT സ്കാനിങ്, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ഉള്ളതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ.